സ്നേഹമുള്ളവരെ, കൊല്ലം രൂപതയിലെ കൈതാകോടി വിശുദ്ധ ജോർജിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് BCC ടീം അംഗങ്ങൾ ആയിരിക്കുന്നത്. ഈ ഇടവകയുടെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛനാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കൂടെയും അജപാലന സമിതികളുടെ കൂടെയും ആനിമേറ്റേഴ്സിന്റെ കൂടെയും ഇവിടെ ഞങ്ങൾ ഇന്നായിരിക്കുന്നത് അഭിമന്യ പോളാനി മുല്ലശ്ശേരി പിതാവിന്റെ ഇടവക സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ്. വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബ കൂട്ടായ്മകൾ നന്നായി നടക്കുന്ന ഒരിടവകയാണിത്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ഇടവകയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ഈ കൂട്ടായ്മ ശക്തമായി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ പാഠങ്ങളും പ്രബോധനങ്ങളും പള്ളിക്കുള്ളിൽ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലും അയൽ കുടുംബങ്ങളിലും എത്തിക്കാനുള്ള പരിശ്രമമാണ്. ഈ ഇടവകയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛൻ നമ്മളോടിപ്പോൾ സംസാരിക്കുന്നു. കൊല്ലം രൂപതയിലെ കാൻഡോഡ് ഫെറോനയിലെ കൈതാകോടി സെന്റ് ജോർജ് ഇടവകയിലാണ് രൂപത BCC ടീം അംഗങ്ങൾ ഇന്നായിരിക്കുന്നത്. സ്നേഹപൂർവ്വം രൂപത BCC ഡയറക്ടർ അച്ഛനായ ജോസഫ് അച്ഛനെയും രൂപതയിൽ നിന്ന് വന്ന എല്ലാ ഭാരവാഹികളെയും ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയിൽ 230ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. ആ 230 കുടുംബങ്ങളെ 12 BCC യൂണിറ്റുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ BCC യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇടവകയ്ക്ക് വേണ്ടി ഈ ഇടവകയിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആനിമേറ്റർമാരും അതോടൊപ്പം തന്നെ ഇന്നിവിടെ അജപാലന സമിതി അംഗങ്ങളും ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ മീറ്റിങ്ങിൽ വളരെ സ്നേഹത്തോടു കൂടി എല്ലാ യൂണിറ്റുകളുടെയും നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ചോദിച്ചറിയുകയും ഇനിയും കുറെ കൂടെ എന്താണ് BCC യൂണിറ്റുകൾ അല്ലെങ്കിൽ BCC യൂണിറ്റുകൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞു തരികയും ചെയ്യുകയുണ്ടായി. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് അതിനും അപ്പുറത്തേക്ക് മിനിസ്ട്രികളൊക്കെ ശക്തിപ്പെടുത്തി ഒരു കൂട്ടായ്മയായി, വളർച്ചയുടെ ഒരു കൂട്ടായ്മയെ മാറ്റണമെന്ന് BCC കൂട്ടായ്മകളെ കുറിച്ച് അച്ഛൻ അതാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു തരികയുണ്ടായി. ഒപ്പം ഈ ഇടവകയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി നല്ല വളരാനുള്ള ഒത്തിരി സ്കോപ്പുള്ള ഒരു ഇടവകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒത്തിരി പേരുണ്ട്. പല മേഖലകളിലായിട്ട് പോലീസുകാരാണെങ്കിലും അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു ഉദ്യോഗസ്ഥ കൂട്ടായ്മ, അധ്യാപകരുടെ ഉദ്യോഗസ്ഥ കൂട്ടായ്മ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ നിലവിൽ PSC പഠിക്കുന്നവരുണ്ട്, PSC ലിസ്റ്റുകളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളിലായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കോപ്പ് ഒത്തിരി ഉള്ള ഒരു ഇടവകയാണ് വളരാനായിട്ടും ഉയർച്ചയിലേക്ക് പോകുവാനുമായിട്ടൊക്കെ. പിന്നെ നമ്മുടെ യുവജനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു യുവജനങ്ങൾ KCYM എന്ന് പറഞ്ഞ നല്ലൊരു യുവജന സംഘടനയുണ്ട്. ഒത്തിരി പിള്ളേർ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. നല്ലൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഇടവകയിലുണ്ട്. എന്നാലും നമുക്കിനി ഒത്തിരി വളരാനുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. നമുക്കൊരു സ്വപ്നമാണ് ഒരു പാരിഷ് ഹോള്, അതുപോലെ തന്നെ വീണ്ടും പല കാര്യങ്ങളും നമ്മുടെ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിലൊക്കെ വളരുവാനായിട്ട് ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, അഭിമന്യ പോളാനി മുല്ലശ്ശേരി പിതാവിൻ്റെ ഇടവക കൂടിയാണ് ഇത്. അപ്പോൾ പിതാവിൻ്റെ അജപാലന സന്ദർശനവും അതുപോലെ സ്ഥൈര്യലേപന കുദാശ പരികർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് രൂപത BCC ടീം ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോടുകൂടി ആയിരുന്നതിനും ഞങ്ങളെ സ്നേഹപൂർവ്വം ശ്രവിച്ചതിന്, വളരെ ക്ഷമയോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രവിച്ചതിനും സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും അതുപോലെ തന്നെ രൂപതയിൽ നിന്ന മറ്റു ഭാരവാഹികൾക്കും അതോടൊപ്പം ഇന്നിവിടെ വന്ന ഇത്ര സമയം ഞങ്ങളോടൊപ്പം ആയിരുന്ന ഞങ്ങളുടെ എല്ലാ ഇടവക്കാർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ BCC ടീം അംഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛൻ, നമ്മളുടെ കൈക്കാരൻ വിൽസൺ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആനിമേറ്റേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.